മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചാരണത്തിന് പ്രതിരോധം തീർക്കാൻ ബി.ജെ.പി. രാജ്യതലസ്ഥാനത്തെ 7 സീറ്റുകളും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ വൻ പ്രചാരണമാണ് ബി.ജെ.പി. നടത്തുന്നത്. പ്രചാരണ റാലികൾ, റോഡ് ഷോകൾ, ബൂത്ത് കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയാണ് ബി.ജെ.പിയുടെ പ്രചാരണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിനിറങ്ങിയതോടെ രാജ്യതലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വീറും വാശിയും വർദ്ധിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോകൾക്ക് പിന്നാലെ പ്രചരണത്തിൽ സൂപ്പർ സൺഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി.ജെ.പി. സൂപ്പർ സൺഡേയിലെ പ്രചരണത്തിൽ എൻ.ഡി.എ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക്ദൾ നേതാവ് ജയന്ത് ചൌധരി, ബി.ജെ.പി. ജനറൽ സെക്രട്ടറി ദുഷ്യന്ത് ഗൌതം, ദേശീയ നേതാക്കളായ ഓം പ്രകാശ് ധൻഖർ, അൽക്ക ഗുജ്ജർ, പ്രേംചന്ദ് ഭൈരവ, വാനതി ശ്രീനിവാസൻ, തേജസ്വി സൂര്യ, രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, എസ് സിർസ തുടങ്ങിയ നേതാക്കൾ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്കായി വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ജാട്ട്, ബീഹാറി വോട്ടുകൾ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പിയുടെ പ്രചാരണം. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൽ ആം ആദ്മി പാർട്ടി 4 സീറ്റിലും കോൺഗ്രസ് 3 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. 6ാം ഘട്ടത്തിൽ മെയ് 25-നാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ്. ആം ആദ്മിയും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മണ്ഡലത്തിലെ 50% വോട്ടുകൾ സ്വന്തമാക്കുക എന്ന തന്ത്രമാണ് ബി.ജെ.പിയുടേത്. മദ്യനയ അഴിമതി കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇ.ഡിയെ ഉപയോഗിച്ച് നേതാക്കളെ വേട്ടയാടുന്നതിന് ഡൽഹി നിവാസികൾ ബി.ജെ.പിക്ക് മറുപടി നൽകുമെന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ അവകാശവാദം. മനോജ് തിവാരി ഒഴികെയുള്ള സിറ്റിംഗ് എംപിമാർക്ക് സീറ്റ് നിഷേധിച്ച് പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയ ബി.ജെ.പി. എംപിമാർക്കെതിരായ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനായെന്നും കണക്കുകൂട്ടുന്നു. 7 സീറ്റുകളും നിലനിർത്താനുള്ള ബി.ജെ.പി. തന്ത്രത്തിന് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.